അല്ലെ? അതേപോലെ അള്ളാഹു വെറുത്ത കാര്യം, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്താ പാടില്ല, നമ്മൾ പുകഴ്ത്തി പറയാം. ഒരു ഉദാഹരണം പറയാം. പിന്നെ ആയത്തുൽ മുഅ്മിനി ഹുബ്ബുൽ അൻസാർ. ഒരു മുഅ്മിനിന്റെ അടയാളം എന്നുള്ളത്, ഈമാനിന്റെ അടയാളം എന്നുള്ളത് അൻസാറുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്. വആയത്തുൽ മുനാഫിഖി ബുഗ്ദുൽ അൻസാർ. ഒരു മുനാഫിഖിന്റെ, കപട വിശ്വാസിയുടെ അടയാളം എന്താണ്? ആ അൻസാറുകളെ വെറുക്കുക എന്നുള്ളതാണ്, കോപിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും, അൻസാറുകളെ വെറുക്കുന്നവരെ, അൻസാറുകളെ കോപിക്കുന്നവരെ അല്ലാഹു അവരോട് കോപിക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. അപ്പോ അല്ലാഹു കോപിക്കുന്നവരെ നമ്മൾ വലിയ സംഭവമാക്കിയിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അവരെ വലിയ പവിത്രത നൽകി അവരെ തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. അവരെ പുകഴ്ത്തി പറയാ, അതൊന്നും ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വഹാബത്തിനെ, ഇപ്പൊ അൻസാറിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അൻസാറുകൾ, മുഹാജിറുകൾ, ആരാണ് ശ്രേഷ്ഠത കൂടുതൽ? മുഹാജിറുകളാണ്. മുഹാജിറുകള് പിന്നെ അൻസാറാണ്. അപ്പൊ അൻസാറുകളുടെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹാജിറിന്റെ എന്തായാലും അതിനേക്കാൾ ഗൗരവമല്ലേ? അപ്പോ ഈ മുഹാജിറുകൾക്കിടയിലുള്ള ഏറ്റവും മുന്തിയ നേതാക്കന്മാരാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും, അല്ലെ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ ആയിഷയും ഹഫ്സയും അവരൊക്കെ. ഈ ഇത്തരം ഏറ്റവും മുന്തിയ ആൾക്കാരെ, വളരെ ദുഷിച്ചത് പറയുന്ന ആൾക്കാരെ നമ്മൾ നല്ലത് പറഞ്ഞാൽ ഭയങ്കര സംഭവമാക്കിയിട്ട് ദീനിന്റെ നടുക്കണ്ടമാക്കിയിട്ട് പറഞ്ഞാൽ അത് റബ്ബിന് ഇഷ്ടമുണ്ടാവും? അല്ലെ? നമ്മളുടെ അഖീദക്ക് ബാധിക്കുന്നതല്ലേ അത്? നമ്മുടെ വിശ്വാസത്തിന് ബാധിക്കുന്നതല്ലേ? അപ്പൊ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഷഹീദ് എന്ന് വിളിക്കാം. അബൂബക്കർ കാഫിറാണ്, ഉമർ കാഫിറാണ്, ആയിഷ കാഫിറാണ്, ഇവരൊക്കെ നായ്ക്കളെക്കാളും പന്നികളെക്കാളും മോശമാണ് എന്ന് പറയുന്നവരെ വലിയ ഷഹീദ് പട്ടം നൽകുകയാണ് ചില ആൾക്കാർ. ഇതൊരു വിരോധാഭാസമാണ്. ചിന്തിക്കുന്നില്ല സഹോദരന്മാരെ. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഷഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ മർത്തബയാണത്, അല്ലെ? അള്ളാഹു അനുഗ്രഹിച്ചവരെ എണ്ണിയപ്പോ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഏറ്റവും ഉന്നതന്മാരായ ആളുകളെ എണ്ണിയപ്പോ മൂന്നാമതായി എണ്ണിയതാണ് ശുഹദാക്കൾ. ആ പട്ടം ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്ന ഈ സ്വഹാബത്തിന് ലാനത്ത് ചൊല്ലുന്ന ആൾക്കാർക്ക് ഷഹീദ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ വൈകാരികത ഒരിക്കലും നമ്മളെ പിടിപ്പെടരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളുടെ തൗഹീദിനെ ബാധിക്കുന്ന, അഖീദക്ക് ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല, അല്ലെ? രക്ഷപ്പെടാന് എന്താ വഴിയുള്ളത്? ഒരിക്കലും വൈകാരികമായിട്ടല്ല നമ്മൾ പോകുന്നത്, മറിച്ച് ദീന് നന്നായി പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം, അല്ലെ? ഇല്ലായെങ്കിൽ എന്താവും? ഇല്ലായെങ്കിൽ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വീണ്ടും അല്ലാഹു കാത്ത് രക്ഷിക്കും.